മമ്മൂട്ടിയുടെ മെഗാ ഹിറ്റ് ചിത്രമായ സാമ്രാജ്യം റിലീസ് ചെയ്യുന്നത് സംബന്ധിച്ച് താനുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് സംവിധായകൻ ജോമോൻ പറഞ്ഞിരിക്കുകയാണ്. ചിത്രത്തിന്റെ പുതുക്കിയ പതിപ്പ് ഒക്ടോബറിൽ പുറത്തിറങ്ങാൻ ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. സാമ്രാജ്യത്തിന്റെ 4K ഡോൾബി പതിപ്പിന്റെ ട്രെയിലർ യൂട്യൂബിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. ട്രെയിലറിലെ ദൃശ്യങ്ങളുടെ വ്യക്തത കുറവ് സംബന്ധിച്ച് വൻ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ജോമോൻ രംഗത്തെത്തിയത്. ചിത്രം വീണ്ടും റിലീസ് ചെയ്യുന്നത് സംബന്ധിച്ച് നിർമ്മാതാക്കളായ ആരിഫ പ്രൊഡക്ഷൻസ് തന്നോട് ഒന്നും ചർച്ച ചെയ്തിട്ടില്ലെന്നും ജോമോൻ പറഞ്ഞു. ട്രെയിലറിലെ ദൃശ്യങ്ങൾ കണ്ട പലരും പ്രിന്റിന് ക്വാളിറ്റി ഇല്ലെന്ന് ജോമോനെ വിളിച്ച് പരാതിപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് റീമാസ്റ്റർ പതിപ്പുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്ന് ജോമോൻ വ്യക്തമാക്കിയത്. മമ്മൂട്ടിയെ അലക്സാണ്ടർ എന്ന സ്റ്റൈലിഷ് കഥാപാത്രമാക്കി അവതരിപ്പിച്ച സാമ്രാജ്യം 1990-ലാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ചിത്രം കഥ എഴുതി സംവിധാനം ചെയ്തതും ജോമോൻ തന്നെയായിരുന്നു. അതേസമയം ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ സാമ്രാജ്യം 2 നിർമ്മാണം തുടങ്ങിയപ്പോഴും ജോമോന്റെ അനുമതി വാങ്ങുകയോ അഭിപ്രായം തേടുകയോ ചെയ്തിരുന്നില്ല. തമിഴിൽ നിന്നുള്ള സംവിധായകൻ ഒരുക്കിയ ഈ സിനിമ വൻ പരാജയമായി മാറിയിരുന്നു. ജോമോനാണ് രണ്ടാം ഭാഗവും ഒരുക്കിയതെന്ന് കരുതിയ പലരും അക്കാലത്ത് വിളിച്ച് അദ്ദേഹത്തോട് പരാതി പറഞ്ഞിരുന്നു. സാമ്രാജ്യത്തിന്റെ റിലീസ് ട്രെയിലറിനെ പറ്റിയും പഴി കേൾക്കേണ്ട അവസ്ഥ വന്നതോടെയാണ് തന്റെ നിസ്സഹായ അവസ്ഥ വ്യക്തമാക്കാൻ രംഗത്തെത്തിയതെന്നാണ് സംവിധായകൻ ജോമോൻ പറയുകയുണ്ടായത്. സാമ്രാജ്യം 4K റിലീസ് ഒക്ടോബറിലേക്ക് റിലീസ് മാറ്റിയിട്ടുണ്ട്. സെപ്റ്റംബർ 19-ന് റിലീസ് തീരുമാനിച്ചിരുന്ന ചിത്രത്തിന്റെ റീമാസ്റ്റർ ജോലികൾ തീരാൻ സമയമെടുക്കുന്നത് കൊണ്ടാണ് റിലീസ് മാറ്റിവെക്കുക ഉണ്ടായത്. 4K ഡോൾബി അറ്റോംസിലാണ് ചിത്രം റീമാസ്റ്റർ ചെയ്യുന്നത്. ആരിഫ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അജ്മൽ ഹസനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രം രചിച്ചത് ഷിബു ചക്രവർത്തിയാണ്. ആരിഫ റിലീസാണ് ചിത്രം വിതരണം ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനമായ സെപ്റ്റംബർ 7-നാണ് സിനിമയുടെ റിലീസ് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. 1990 കാലഘട്ടത്തിലെ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമായി എത്തിയ സാമ്രാജ്യം അന്നത്തെ കാലത്ത് തന്നെ 75 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ മുതൽ മുടക്കിൽ ഒരുക്കിയ ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു. അൾട്രാ സ്റ്റൈലിഷ് നായകനായ മമ്മൂട്ടി അവതരിപ്പിച്ച ചിത്രം അതിന്റെ മേക്കിംഗ് മികവ് കൊണ്ടും വലിയ പ്രേക്ഷക പ്രശംസ നേടിയിട്ടുണ്ടായിരുന്നു. ഗാനങ്ങളില്ലാതെ ഇളയരാജ പശ്ചാത്തല സംഗീതം മാത്രം നൽകിയ ചിത്രം എന്ന പ്രത്യേകത ഈ ചിത്രത്തിനുണ്ട്. ജയാനന്ദൻ വിൻസെന്റ് ക്യാമറ ചലിപ്പിച്ച ചിത്രത്തിൽ എഡിറ്റിംഗ് നിർവഹിച്ചത് KP ഹരിഹരപുത്രനായിരുന്നു. മമ്മൂട്ടിക്കൊപ്പം മധു, ക്യാപ്റ്റൻ രാജു, അശോകൻ, വിജയരാഘവൻ, ശ്രീവിദ്യ, സോണി, സത്താർ, ജഗന്നാഥവർമ്മ, സാദിഖ്, CK പോൾ, ബാലൻ K നായർ, പ്രതാപചന്ദ്രൻ, ജഗന്നാഥൻ, ഭീമൻ രഘു, പൊന്നമ്പലം, വിഷ്ണുകാന്ത്, തപസ്യ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങളായി എത്തിയിരുന്നത്.